ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഏറ്റവും ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടിയുടെ സ്ലാബ്സിനെ കുറിച്ചിട്ടാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് ഇന്നലെ ഉണ്ടായിരുന്നു. അതിനകത്ത് രണ്ട് സ്ലാബ്സിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് 5%, രണ്ടാമത്തത് 18%. തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന പല സ്ലാബുകളും കട്ട് ഡൗൺ ചെയ്ത് താഴേക്ക്, അപ്പോൾ അതായത് 12%-ലുണ്ടായിരുന്ന എല്ലാം 5%-ലേക്ക് ഓൾറെഡി ഒരു 12-ലുണ്ടായിരുന്ന കംപ്ലീറ്റ് 5-ലേക്ക് വന്നു. അവിടെ ഓൾറെഡി അവിടെ 28 കൂടെ ഉണ്ടായിരുന്നു. ഈ 28 കട്ട് ഡൗൺ ചെയ്ത് 18-ലേക്ക് വന്നു. സോ തൊട്ട് പ്രയറിലുണ്ടായിരുന്ന എന്തായിരുന്നോ അത് കട്ട് ഡൗൺ ചെയ്ത് തൊട്ട് താഴത്തെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. സോ അത് നല്ലൊരു കാര്യം. ഈ ജി എസ് ടി റീഫോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സെക്കൻഡ്. അപ്പോൾ ജി എസ് ടി റീഫോമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഒറ്റ കാര്യമേ, ഞാൻ ആ റീഫോംസിൽ വന്നതിൽ ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഇല്ലെങ്കിൽ ഒരു മാറ്റം വേണമായിരുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് സെക്ടറായിരുന്നു. ഇൻഷുറൻസ് സെക്ടർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു മനുഷ്യനും ഇൻഷുറൻസ് വേണം എന്നുള്ളതാണ് മസ്റ്റായിട്ടുള്ളൊരു കാര്യം. സോ ഇൻഷുറൻസ് സെക്ടറിന് ജി എസ് ടി 0% ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജി എസ് ടി തീരുമാനത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ ഇതാണ്. ബിക്കോസ് അവിടെ ഒരാൾക്ക് ഫോർ മീ പേഴ്സണലി എനിക്കവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലി കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്ത് കാര്യവും നമുക്ക് മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടുത്തെ ഫിനാൻസ് കവറപ്പ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നോർമൽ ഒരു ഡിസീസിന് വേണ്ടിയിട്ട് നമ്മളവിടെ പോകുമ്പോൾ അവിടെ ആ പേഷ്യൻ്റ് കോൺഫിഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു സാധാരണ ഒരു അസുഖത്തിനാണെങ്കിലും നമ്മളവിടെ പോകുമ്പോൾ ഒരു നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ല എമൗണ്ട് ആവും എന്നുള്ളൊരു പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും പേടിച്ചിട്ടായിരിക്കും അവിടെ നിൽക്കുക. സോ അവിടെ ഒരു ഫിയർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു പേഷ്യൻറ്റും ഒരു ഫിയർ ഉള്ള ഒരു പേഷ്യൻറ്റും തമ്മിൽ സൈക്കോളജിക്കലി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. ആ മെഡിസിൻ നന്നായിട്ട് അത് അയാളിലേക്ക് എത്തും എന്നുള്ളതാണ്. അവിടെ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് ഓക്കെ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റും എന്ന് ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് അത് ശരിയാക്കാൻ പറ്റും. ഇത് എന്ത് സംഭവിക്കും എനിക്കിത് കവറപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വറിയിങ് ഫാക്ടറോടെ പോകുന്ന ഒരു വ്യക്തി ആ വറീനെസ്സിനെ ആയിരിക്കും ചിന്തിക്കുക. ആ മെഡിസിൻ്റെ അഫക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ അയാൾക്ക് ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് വരണം എന്നില്ല. സോ അവിടെ മർഫിസ് ലോ ഉണ്ട്. എന്താണോ നമ്മൾ പേടിക്കുന്നത് അത് സംഭവിക്കും എന്നുള്ളത്. നമ്മൾ വറിയിങ് ആയിട്ട് പോകുമ്പോഴേക്കും ആ ഒരു വറീനെസ് ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വരിക, ആ മരുന്നിൻ്റെ എഫിഷ്യൻസിയേക്കാളും കൂടുതൽ. ഇത് സൈക്കോളജിക്കലി കൂടെ ഉള്ളൊരു കാര്യമാണ്. അത് ആ ഒരു കാര്യം അവിടെ പറയണമെന്നുണ്ടായിരുന്നു. സോ ഞാനവിടെ കവറപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഫിനാൻഷ്യലി എനിക്ക് വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വരുന്ന വ്യക്തി പിന്നെ മെഡിസിനെ മാത്രം ട്രസ്റ്റ് ചെയ്താൽ മതി, അതവിടെ ക്ലിയറായി കിട്ടും. മറ്റത് ഒരുപാട് ഫാക്ടേഴ്സ് വരുമ്പോഴേക്കും ഈ മെഡിസിൻ നമ്മുടെ ബ്രെയിനിലൂടെ വർക്ക് ചെയ്യണം. ആ ഒരു മെഡിസിൻ എനിക്ക് വർക്കാവും, ഞാൻ ഓക്കെയാണ് എന്ന് ഫീൽ ചെയ്യണം. ആ ഒരു സംഭവം അവിടെ ഉണ്ട്. അത് ഇൻഷുറൻസ് കവറപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യം, സൂപ്പറായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇൻഷുറൻസ് വേണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ അതിൻ്റെ ടാക്സ് കുറച്ചു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ പറയണം. മിക്കവാറും എൻ്റെ അറിവിലുള്ള നമുക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് കാണും. അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. ഞാൻ അത്യാവശ്യം കുറച്ച് സമയം കൂടുതലെടുത്തു. പക്ഷേ അതാണ് അവിടുത്തെ ആ ജി എസ് ടിയിലെ ഏറ്റവും വലിയ ടേക്ക് അവേ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ പോയിൻ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു. അടുത്തിട്ടാണ് നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രംപിനെ കുറിച്ചിട്ടാണ്. ട്രംപ് 200% ഓൺ ജനറിക് മെഡിസിൻസ്, അതായത് അവിടുത്തെ മെഡിസിനിലെ പല സംഭവങ്ങളും ഇമ്പോർട്ടൻറ്റ് മെഡിസിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ 200% ചിലപ്പോൾ കൊണ്ടുവന്നേക്കുമെന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന സംഭവം എന്ന് പറയുന്നത് US-ൻ്റെ 92% പ്രിസ്ക്രിപ്ഷനും എന്താണ് ജനറിക് മെഡിസിൻസ് ആണ്. ജനറിക് മെഡിസിൻ്റെ 6 to 10% വരെ നമ്മുടെ മാർക്കറ്റ് അവിടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. സോ അത് ഓൾറെഡി അവിടെ നിന്ന് കിട്ടുന്ന ലാഭം, അവർ യൂഷ്വലി ജനറിക് മെഡിസിൻസിന് കിട്ടുന്ന ലാഭം ചെറുതാണ്. കാരണം വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ജനറിക് മെഡിസിൻ്റെ സംഭവം. അപ്പോൾ
അതിന് അതിൽ ഇത്രയും വലിയൊരു ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ആ മെഡിസിൻ സെല്ല് ചെയ്യുന്ന കൺട്രീസ് പുറകിലേക്ക് പൊക്കഴിഞ്ഞാൽ അവിടെ മരുന്നിന് അതിരൂക്ഷമായിട്ടുള്ള ക്ഷാമം വരാനുള്ള സാധ്യതയുണ്ട്. സോ അത് സാധാരണക്കാരായ മനുഷ്യർക്ക് പിൽസ് മേടിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ട് വരികയും ഓൾറെഡി ഡയറക്റ്റായിട്ട് തന്നെ അവർക്ക് 15% അവരുടെ ഇതിനുള്ളിൽ അവരുടെ മെഡിസിൻ എക്സ്പെൻസസിനകത്ത് അത് വരികയും ചെയ്യും. പ്രായമായവർക്കൊക്കെയാണ് അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അത്ര നല്ലൊരു പരിപാടിയല്ല. അത് ഇപ്പോൾ ട്രംപ് ചെയ്യാറുണ്ട്, പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറുണ്ട്. അത് ലിറ്ററലി ഒന്നും സംഭവിക്കാറില്ല. അതുപോലെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇതെന്ന് പറയുന്നത്. മെഡിസിൻ എന്ന് പറയുന്നത് തമാശയായിട്ടുള്ളൊരു പരിപാടിയല്ല. അത് എല്ലാവർക്കും കൈകൊള്ളുന്നൊരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിന് വരുന്ന ഒരു കേടെന്ന് പറയുന്നത് അത്ര നല്ലൊരു പരിപാടിയല്ല. ഓക്കെ, അത് നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം അതിനെക്കുറിച്ച്. പിന്നെ റഷ്യൻ ഓയിൽ മേടിക്കുന്നതുകൊണ്ട് എന്താണ് ഡബിൾ സാങ്ഷൻ വരാനുള്ള സാധ്യതയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുറേയൊക്കെ കേട്ടോണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും. ആ പ്രതികരിക്കുന്നത് ചിലപ്പോൾ അത് ട്രംപിന് സെറ്റാവണം എന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളും തിരിച്ചെന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചെന്നിരിക്കും. അത് ഡയറക്റ്റായിട്ടല്ലേ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഈ ക്യാൻഡലിൻ്റെ ഓൾമോസ്റ്റ് 80% ആയിരുന്നു കഴിഞ്ഞാൽ ഇത് പാർഷ്യൽ എൻഗൾഫിംഗ് ക്യാൻഡലാണ്. പാർഷ്യൽ എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്നാലും ഞാൻ പറഞ്ഞു ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ തട്ടി നിൽക്കുന്നത് കാരണം നമുക്ക് എപ്പോഴാണോ ഇതിൻ്റെ മേലിൽ ക്ലോസിങ് വരിക അപ്പോഴായിരിക്കും ശക്തമായിട്ടുള്ള മൊമെൻ്റ് വരിക എന്നുള്ളത്. ഇന്നലെ ഇവിടെ ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ആ പറഞ്ഞ കമൻറ്റിൻ്റെ തെളിവെന്ന് പറയുന്നത് ഇന്ന് രാവിലത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗ്യാപ്പ് അപ്പിലാണ്. ഇതുപോലെ ഓൾറെഡി ഇവിടെ വന്നു. ഇത് പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്തില്ല. എന്നിട്ട് പോലും മാർക്കറ്റിൽ അവിടെ ന്യൂസസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ GSTയുടെ ന്യൂസസും വന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. സോ ഒരു മാർക്കറ്റ് സെറ്റപ്പ് ഇവിടെ ഈ ഒരു ഇത് ട്വീസർ ക്യാൻഡിലാണ്, ഡബിൾ ക്യാൻഡിലാണ്. ഇവിടെ ഒരു യു ഷേപ്പ് റിക്കവറി വന്നെങ്കിൽ ഇവിടെയും ഒരു യു ഷേപ്പ് റിക്കവറി വന്നു. ഇതിന് ഒരു കണ്ടിന്യൂറ്റി. സോ മാർക്കറ്റ് ബെറ്റർ ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ എൻ്റെ ഫണ്ടിൻ്റെ ഒരു 25% ഞാൻ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി 50% മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒരു 25% ഇവിടെ ഇട്ട് 75% ഓഫ് ക്യാപിറ്റൽ അവിടെ ഡിപ്ലോയ്മെൻറ്റിൽ കിടപ്പുണ്ട്. അത് ഏതൊക്കെ ഒരുവിധപ്പെട്ട സ്റ്റോക്സ് എല്ലാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഈ ആഴ്ചത്തെ സ്റ്റോക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്സിനകത്ത് ഞാനും പൊസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റിൽ അവിടെ നിൽപ്പുണ്ട്. ഇനി ഓണം ആയത് കാരണം നമ്മൾ അവിടെ നിന്ന് മാറി നിന്നാൽ പോലും മാർക്കറ്റ് കയറി വരുമ്പോൾ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ P&L ഒരു 1% മാറ്റം വരാനുള്ള സാധ്യത ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ശ്രദ്ധിക്കായിരിക്കും, നമ്മൾ ഉറങ്ങുമ്പോഴേ നമ്മുടെ മണി നമുക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ നമ്മൾ ഓണത്തിൻ്റെ പറയുന്നത് പോകുമ്പോൾ മാർക്കറ്റ് നമുക്ക് കാശ് തരുന്നുണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ടതെന്ന് ആയിട്ട് തോന്നി അവിടെ ഡിപ്ലോയ് ചെയ്തു. സോ സ്വിംഗ് ട്രേഡറിന് നല്ലൊരു മാർക്കറ്റ് സെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 25,100 മേളിൽ മാർക്കറ്റ് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഫുൾ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ പേഴ്സണലി ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഓൺ അനാലിസിസും ഓൺ ഡിസിഷനും മാത്രം എടുക്കുക. സോ ഇതാണ് എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് അപ്പോൾ ഇന്ന് നിൽക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് 24,900 റേഞ്ചിന് മേളിലായിരിക്കും. സോ 25,000 സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ്, 25,100 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത റെസിസ്റ്റൻസ് ആണ്. അടുത്ത ലൈൻസൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഞാൻ പറയേണ്ട ആവശ്യമില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 960 എന്നുള്ള ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്, ഇല്ലെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ എൻഡാണ്. താഴെ 880 ചെറിയൊരു റെസിസ്റ്റൻസ്, 800 മെയിനായിട്ടുള്ള റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞത് സപ്പോർട്ടിനാണ്. നിങ്ങൾക്ക് കാര്യം പറയണം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയ്ക്കായിരിക്കും. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റിന് മേളിലോട്ടോ താഴോട്ടോ ഉള്ള ലെവൽസ് ഞാൻ ഓൾറെഡി ഈ ചാർട്ടിനകത്ത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. ചിലപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പെട്ടെന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് മാർക്കറ്റിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ലിറ്ററലി മാർക്കറ്റ് മേളിലേക്ക് കയറി പോകാനുള്ളൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സംഭവം പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പേഴ്സണലി ഇനി ട്രേഡ് ചെയ്യുന്നുണ്ടാവില്ല. ഫണ്ട് അതിനകത്ത് കിടപ്പുണ്ട്. സോ ഫണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ കുറച്ച് ബൈ ചെയ്തിട്ടിരുന്നത് ഇപ്പോൾ ഓൾറെഡി ചെറിയൊരു പ്രോഫിറ്റിൽ നിൽപ്പുണ്ട്. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇന്ന് ഓൾറെഡി അതൊരു നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരും. മേളിലേക്ക് പോയാൽ വീണ്ടും
വീണ്ടും നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരും. സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പൊസിഷൻസിൽ അത് അങ്ങനെ ഒരു നല്ലൊരു സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഞാൻ തന്നതിൽ പല സ്റ്റോക്സ്, ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്, ഒരു ഏതാണ്ട് 1-2 സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റോക്സ് എല്ലാം ഒരു 3 to 4% കയറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടാറ്റ സ്റ്റീൽ കൺസിഡർ ചെയ്യാം. അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇനി അടുത്ത് ഓണം കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വീണ്ടും അടുത്ത സ്റ്റോക്സിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോഴേക്കും മാർക്കറ്റ് ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തു എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അടുത്ത് ബാക്കി ഒരു 25% എൻ്റെ ക്യാപിറ്റൽ ഇടാനുണ്ട്. അത് ഞാൻ അടുത്ത സെറ്റിൽ ഞാൻ ആഡ് ചെയ്യാം. അത് 25,100 മുകളിൽ മാർക്കറ്റ് കയറട്ടെ. നമുക്ക് 26,000 പോകുമ്പോൾ നമുക്കത് യൂസ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ അനാലിസിസ്. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.